അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളും അൽഹംദുലില്ലാ സുഖമായിട്ട് അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ തട്ടിമുട്ടി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയണില്ലേ? അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ടോ ഇല്ലേന്നൊക്കെ എന്താ കമൻ്റൊന്നും ഇടാത്ത ഒന്ന് കമൻ്റൊക്കെ ഇട്ടൂടെ? അപ്പോൾ നീച്ച വശം ചായക്ക് വെള്ളം വെച്ചുട്ടാ. ചായക്ക് എല്ലാവരും നീച്ച് കഴിഞ്ഞ് ഫസ്റ്റ് വെക്കുക, ചായക്ക് വെള്ളം വെക്കുകയല്ലേ. അപ്പോൾ പഞ്ചസാരൊക്കെ ഇട്ടു, ചായയിലിട്ടു, ഞാൻ അത് തിളച്ച് അങ്ങോട്ട് ഇറക്കി വെക്കുക വേണ്ടോ. പിന്നെ പച്ചരി വെള്ളത്തിലിട്ടുണ്ട്. എന്താ ചായക്ക് കടി വെച്ചിങ്ങനെ നീർദോശ ഉണ്ടാക്കാനാണ്. നീർദോശ ഉണ്ടാക്കാം, പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാം. പിന്നെ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടില്ലേ? ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഉമ്മ ചീത്ത പറയുകയൊക്കെ ചെയ്തുട്ടാ. എന്താ എനിക്ക് ബോധമില്ലേ, ഈ തേനൊക്കെ അങ്ങനെ കൊണ്ടുവച്ചൊക്കെ വല്ലതുകൊണ്ട് തുണി കൊണ്ട് അല്ലെങ്കിൽ പാത്രം കൊണ്ടൊക്കെ മൂടി വെക്കണ്ടേ? ഈച്ചൊക്കെ വന്ന് തേൻ്റെ ഈ മധുരത്തിൻ്റെ ഒക്കെ മണം കെട്ടി ഇങ്ങനെ വരും. ഇങ്ങനെ എന്താ എനിക്ക് ബോധമില്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞുട്ടാ. ഇങ്ങനെ ഒരു ചെറുതേനൊക്കെ ഇവിടുന്ന് കിട്ടുക, നല്ല തേനല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയും ചീത്ത പറഞ്ഞു. അനിയത്തി താത്താക്ക് തീരെ ബോധമില്ലേ എന്നൊക്കെ ചോദിച്ചുട്ടാ. അപ്പോൾ അങ്ങനെ അബദ്ധം പറ്റിപ്പോയി, അതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ വന്ന് ഇങ്ങനെ വീഴുന്നൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ. അപ്പോൾ മുട്ട എടുത്തുട്ടാ. ഒരു മുട്ട കണ്ടില്ലേ കോഴിക്കാട്ടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കണേ ഇല്ല. എന്ന് മേടിച്ച് വെച്ച മുട്ടയെന്നറിയോ? ഇന്നലെയൊക്കെ മുട്ട മേടിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒക്കെ പറയുകയാണേ എന്നിരിക്കണം കോഴിമുട്ട, ഈ എന്താ ഇത് എടുക്കാത്തത് വെച്ചപ്പോൾ ഞാൻ കട പറഞ്ഞേ കട ആരപ്പോൾ കോഴിക്കാട്ടുള്ളത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനെ കുറച്ച് വർത്താനൊക്കെ ഉണ്ടായി. ഞാനത് എടുക്കില്ലേ, കണ്ടില്ലേ ഞാൻ കാട്ടിത്തരുന്നേ. അപ്പോൾ പിന്നെ കോഴി പിന്നെ ഏത് കൂടെ മുട്ട എന്ന് വെച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഏത് കൂടെ മുട്ട ഇട്ടാലും വേണ്ടില്ല, അത് മേടിച്ച് വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ. ഒക്കെ നോക്കിയിട്ട് എന്താ കോഴിക്കാട്ടൊന്നും ഇല്ലാത്ത നല്ല സാധനം നോക്കിയിട്ട് മേടിച്ചാൽ മതി പറഞ്ഞിട്ട് കുറേ ചിരിക്കുക. എനിക്ക് കുറേ ചിരിച്ചുട്ടാ. എനിക്ക് ദേഷ്യം വരികയാണ്. എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല ഞാൻ. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അങ്ങനെ 3 മുട്ടയൊക്കെ എടുത്തിട്ട് എന്താ ഗ്യാസുമ്മ വെച്ചു. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ. ഞാനിങ്ങനെ പറയൂട്ടാ, നമ്മളൊന്നും തുറന്ന് പറയുന്ന ടൈപ്പാണ്. ഒക്കെ ഇങ്ങനെ എല്ലാ കാര്യം പറയണ്ട. വീട്ടിലുണ്ടായ സംഭവമാണിത്. വീട്ടിൽ വിശേഷങ്ങൾ പറയുമ്പോൾ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നലെ ഉണ്ടായി ഗെയ്സ്. കടയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കേട്ടു ഞാൻ. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ഇനി എടുത്ത് തൂർക്കളയും. ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ. കോഴിമുട്ട അതുകൊണ്ട് കളയുള്ളൂ, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ പട്ടിക്കുട്ടികളും അങ്ങനെ അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട്. നേരം വെളിച്ചാകുമ്പോൾ പട്ടിക്കുട്ടികൾ ഒരു പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു കാര്യം പറയാനുള്ളത്, പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ നമ്മുടെ കാണുന്നുണ്ട് വെച്ചിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഒക്കെ അമർത്തി അങ്ങോട്ട് കൂട്ടാക്കിക്കോളേട്ടാ. നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ഡെയിലി വീഡിയോ ഉണ്ടെന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കൂട്ടുക. നിങ്ങൾ ഒരാൾ കമൻറ്റ് ഇടുന്നില്ല. എനിക്ക് എന്ന് ഇടുന്ന ഒരാളുണ്ട്, ആൾ പോലും എനിക്ക് കമൻറ്റ് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ കമൻറ്റൊക്കെ കണ്ടാലാണ് എനിക്കൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നിർദോഷിക്കുള്ളതൊക്കെ റെഡിയാക്കി. പിന്നെ ഇന്നൊക്കെ കച്ചവടത്തിന് പോയിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് കച്ചവടത്തിന് പോയിച്ചിട്ട് അരി കുറച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ, എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇക്കാക്ക് എന്തോ ഒരു ആവശ്യമുണ്ട്, വടക്കാഞ്ചേരിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, എന്തോ സാധനം എടുക്കാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് ലീവ് എടുത്തേക്കാണ്. അപ്പോൾ ഇക്ക അവിടെ നീച്ചുണ്ട് കേട്ടോ, വണ്ടി കഴുകുക എന്താ അവിടെ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് അങ്ങോട്ട് കുടിക്കുകയാണ്. എന്തായാലും തൊണ്ടയ്ക്ക് നേരം വെളിച്ചാകുമ്പോൾ തന്നെ ഒരു തൊണ്ട ഒരു ചെറിയൊരു വേദന മാതിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കണത്. അപ്പോൾ അങ്ങനെ നേരം വെളിച്ചാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. പിന്നെന്താ, ഈ പാൻ ചൂടാവണ വരെ ഇങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ ഞാൻ ചായയൊക്കെ എടുത്തു. അപ്പോൾ ചായ ലേശം കുടിച്ചപ്പോൾ മധുരമില്ല. എനിക്ക് നല്ല മധുരം വേണം കേട്ടോ ചായയിൽ. എൻ്റെ ഉമ്മ എപ്പോഴും ചീത്ത പറയും, അതൊക്കെ എന്തിനും ഇങ്ങനെ ചായക്ക് മധുരം തേനായിട്ട് കുടിക്കണം, വരെ ഷുഗർ വരും എന്നൊക്കെ പറയൂട്ടാ. എന്തായാലും 10-30 വയസ്സാകുമ്പോഴത്തേനും അങ്ങോട്ട് നിർത്തണം. ഈ മധുരം ഒക്കെ നമ്മൾ ഒന്ന് നോക്കണ്ടേ. അങ്ങനെ ലേശം പഞ്ചസാരൊക്കെ ഇട്ടിട്ട് ആ ചട്ടകത്തിൻ്റെ ഇത് അടിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കി. അപ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. എനിക്ക് ചായക്ക് മധുരമില്ലെങ്കിൽ എന്താണെന്നറിയില്ല, ആകെ 2 നേരം ചായ കുടിക്കുകയുള്ളൂ. അത് ഇത്തിരി മധുരത്തിൽ കഴിക്കണം. ഇനി അതൊക്കെ ഒന്ന് ശീലം മാറ്റണം, അല്ലെങ്കിൽ ശരിയാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ദോശ ഇങ്ങനെ ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ണിമോളും കുട്ടികളൊന്നും മദ്രസയിൽ പോയിട്ടില്ല. എല്ലാവർക്കും
എന്താ പഠിക്കാനുണ്ട്, പരീക്ഷയല്ലേ, സ്കൂളിൽ പരീക്ഷ. അപ്പോൾ അതൊക്കെ പഠിക്കലൊക്കെ കഴിഞ്ഞ് നേരം വൈകിട്ട് കിടന്ന് ഉറങ്ങണ്. അപ്പോൾ പിന്നെ എനിക്ക് നേരത്തെ വിളിക്കാൻ തോന്നണില്ല. ഇന്ന് എല്ലാവർക്കും കാലത്താണ്, വ്യാഴാഴ്ച അല്ലേ. അപ്പോൾ ഒന്നും വിളിച്ചില്ല കേട്ടോ, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ദോശ ഫസ്റ്റിൽ 2-3 ഇങ്ങനെ തന്നെ ഔട്ടാ. അപ്പോൾ എന്താ പട്ടിക്കുട്ടികൾ കാട്ടി വെച്ചേക്കണെന്ന് വെച്ചെങ്കിൽ കട ചെരുപ്പ് കടിച്ച് മുറിച്ചിട്ടുണ്ട്, ആ വള്ളിയൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇക്ക ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇക്കാക്ക്. പുതിയ ചെരുപ്പാണ്, അധികം ആയിട്ടില്ല എടുത്തിട്ട്. പൂച്ച കണ്ടില്ലേ, പൂച്ച അടുത്ത പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചവിട്ടിയിൽ ഛർദിക്ക് അപ്പിട് എന്താ ചെയ്ത് വെച്ചേക്കണമെന്ന് അറിയില്ല. ഇക്ക അത് എടുത്തിട്ട് ഗേറ്റും ഇട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കണ പൂച്ച ഏത് പൂച്ചയെന്ന് അറിയില്ല. അപ്പോൾ ഇക്കാലത്ത് ഞാൻ പറയാം, വല്ലാണ്ട് ഉരുട്ടി കൊടുക്കലല്ലായിരുന്നു, ഇപ്പം കിട്ടിയില്ലേ മിഠായി. ചെരുപ്പിൻ്റെ പണിക്കാട് ചെരുപ്പൊക്കെ നുറുക്കി വെച്ചില്ലേ, ഇക്കാക്ക് ചോറ് ഉരുട്ടി കൊടുക്കൽ ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ, ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ മുകളിലിരിക്കുന്ന സാധനമാണ് കേട്ടോ അങ്ങനെ ആക്കിയേക്കണം. അപ്പോൾ ഇക്കാടെ മുഖം നോക്ക്. അപ്പോൾ ഞാൻ ചോദിക്കണ്ടേ വേറെ ചെരുപ്പ് മേടിക്കേണ്ട വെച്ചപ്പോൾ ആടി അനക്കിപ്പോൾ എന്താ ചെരുപ്പ് മേടിക്കില്ല, അതാ വള്ളിയോട് മുറിച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ പിശുക്കനാട്ടാ, എന്താ ചെയ്യുക. കുറച്ച് എന്നെ കല്യാണം കഴിച്ചപ്പോൾ ഭയങ്കര പിശുക്കനായിരുന്നു. കല്യാണം കഴിച്ച് വരുന്ന സമയത്തൊക്കെ നല്ല പിശുക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്തിരി കുറച്ചൊക്കെ ഞാൻ അങ്ങനെ ഒരു മുണ്ട് എടുക്കില്ല, ഒരു ഷർട്ട് എടുക്കില്ല, കീറിയ മുണ്ടൊക്കെ ഇട്ടിട്ടൊക്കെ നടക്കുക. ഇപ്പോൾ ഒക്കെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് പിശുക്കുണ്ടെങ്കിൽ എത്ര ജീവിക്കാൻ പറ്റുള്ളൂ, എന്താ ചെയ്യുക. അത്യാവശ്യം പിശുക്കൊക്കെ വേണം, ഒത്തിരി ഓവറാവാനൊന്നും പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഇക്കാക്ക് ഒരു ഗ്ലാസ് ചായ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചായ എടുത്ത് കൊടുത്തുട്ടോ. ഇക്കാക്ക് പിന്നെ അധികം മധുരമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ പോലെ ഒന്നുമില്ല, ഇക്ക പാകത്തിന് മധുരം ഇട്ട് കഴിക്കുള്ളൂ. പക്ഷേ എൻ്റെ സ്വഭാവമാണ് നല്ല മധുരത്തിൽ ചായ കുടിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഇക്കാട് ഞാൻ പറഞ്ഞു, ഇക്ക അതൊന്ന് ആ ചവിട്ടി ഒന്ന് കഴുകിയാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇക്ക ഓസൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ ഓസ് കൊണ്ട് ഇങ്ങനെ കഴുകി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ഈ പൂച്ചോള് കുറച്ച് ദിവസമൊന്നും ഈ സംഭവം ഉണ്ടായിരുന്നില്ല, പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഈ സംഭവം. വല്ലാത്തൊരു ഇടങ്ങാറ്. ഇവിടെ പൂച്ചകളും പട്ടിക്കുട്ടികളും എല്ലാ കുട്ടികളും ഉണ്ട് ഇവിടെ, ഭയങ്കര ശല്യമായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് മക്കൾ സ്കൂൾ വിട്ട് വരുന്ന വരത്തെ വിശേഷങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വീട്ടിലേക്ക് പ്രതീക്ഷിക്കാണ്ട് ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണാം, ആരാന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ മുട്ടക്കറിയൊക്കെ റെഡിയായി. പിന്നെ ഞാനൊരു ബീട്രൂട്ട് കാട്ടിയില്ലേ ഞാൻ ഉപ്പേരിക്കുള്ളത്, അത് ഇന്നലെ വൈകുന്നേരം അരിഞ്ഞ് വെച്ചു കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ നുറുക്കാനിങ്ങനെ കണ്ടില്ലേ, നുറുക്കാനും വയ്യാത്ത കാരണം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ അത് ആകെ എന്താ പറയുക, കുഴപ്പമില്ല കേട്ടോ. ഉപ്പേരി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്ക പറയുകയാണ്, ഇത് എന്ത് ഈ ജ്യൂസ് അടിക്കാനാണ് ഉണ്ടാക്കിയത്, അത് ഉപ്പേരി വയ്ക്കാനാന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഉണ്ണിമോൾ പോയി. ഉണ്ണിമോളെ തിക്കുന്നവർക്ക് ഭയങ്കര തിക്കുന്നവർക്ക് അത് അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇവർക്ക് പിന്നെ മെല്ലെ പോയാൽ മതി, മള്ളത്ര സ്കൂളല്ലേ. അപ്പോൾ അങ്ങനെ അവരും പോയി. അപ്പോൾ ഇക്ക എന്നോട് പറയുന്നത് ആരുടെ നിക്കാഹാണ് എന്നൊക്കെ പറയുക, അവരെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയും എൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അല്ലാതെ ചില്ലറ പണികളൊക്കെ ഒതുക്കി. കൂട്ടാൻ വയ്ക്കാനുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കടച്ചക്കയാണ്. കടച്ചക്ക ഞാൻ ഉമ്മാടെ അടുത്ത് എങ്ങനെ വെക്കേണ്ട വിധമൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം വന്നിട്ടുണ്ട്, തിരുമ്പുക ഇനി പിള്ളേരെ യൂണിഫോം ഞാൻ അവിടെ ഇടില്ല. ഇക്കാട് എൻ്റെ മാക്സിയും അങ്ങനത്തെ ഒത്തിരി വലുതൊക്കെ ഞാൻ അവിടെ ഇടുന്നുള്ളൂ കേട്ടോ. കാക്കോള് വന്നിരുന്ന് ഭയങ്കര ശല്യമാണ് കാക്കേനെ കൊണ്ട്, എല്ലാം കൊണ്ടൊക്കെ എല്ലാ ശല്യങ്ങളും ഉണ്ട് കേട്ടോ. എന്താ ചെയ്യുക, കുറേ മരങ്ങളൊക്കെ ഉള്ള കാരണേ ഭയങ്കര കിളികളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ പട്ടിക്കുട്ടികളെ നോക്കുകയാണ്. അപ്പോൾ ഈ തുണി വന്ന് കടിച്ചിടുമോ, ഇക്കാടെ തുണി ഇത്തിരി ഇറക്കത്തിലാണ് കിടക്കണം, അപ്പോൾ അതൊന്ന് മടക്കി അങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പട്ടിക്കുട്ടികളൊന്ന് രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറ്. ഇന്ന് രാവിലെ നേരം വെളിച്ചാകുമ്പോൾ നീച്ച് ചെരുപ്പ് കടിക്കലും ചവിട്ടി പൊളിക്കലും എന്തൊക്കെ കാട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വല്ലൊരു നമ്പർ ആരെങ്കിലും പട്ടിപ്പിടുത്തക്കാരൻ നമ്പർ എങ്ങാനും കിട്ടിയെങ്കിൽ ഒന്ന് വിളിച്ച് പറയാമോ, അല്ലെങ്കിൽ ഇവിടുത്തെ മെമ്പറിനോടൊക്കെ ഒന്ന് പരാതിപ്പെടണം, ഇങ്ങനെ ഒരു ശല്യം ഉണ്ടെന്നൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. അല്ലെങ്കിൽ എളുപ്പമില്ല കേട്ടോ, അവരെ ചെരുപ്പും പൂവും ആകെ നശിപ്പിച്ചിടും പറ്റങ്ങൾ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥി ഇക്കാടെ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ പെങ്ങളെ വീഡിയോ എടുക്കാനൊന്നും ഇഷ്ടമല്ല, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഷെമി എന്നാ പേര്, ഷെമീറ എന്നാ പേര്. അപ്പോൾ ഷെമീന്ന് ഇക്കൊക്കെ ഇക്കാടെ മൂത്തതാട്ടാ, ഇക്ക താഴെയുള്ളതാ. ഇക്കാനെല്ലാവരും ഇക്കാടെ ഉപ്പ, ഇക്കാടെ ഉമ്മ, ഏട്ടനൊക്കെ ഉണ്ണീന്നാണ് വിളിക്കുക. ഞാനിപ്പോൾ എൻ്റെ ഉണ്ണീനെ ഉണ്ണീന്ന് വിളിക്കണ മാതിരി ഇക്കാനെ ഉണ്ണീന്നാണ് വിളിക്കുള്ളൂ.
അപ്പോൾ ഷിംതാത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ചുരിദാറൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ, മോൾക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്ത കാരണം എടുക്കണില്ല. അപ്പോൾ അതൊക്കെ അവരൊക്കെ വന്ന് കുട്ടികൾക്ക് എന്തൊക്കെ കണ്ടിട്ട് വന്നു. പെരുന്നാളിന് വന്നിട്ടില്ല, ഹജ്ജ് പെരുന്നാളിന് അവർ വന്നില്ല. അപ്പോൾ പിന്നെ ഉപ്പാനിമ്മാനൊക്കെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ ഇക്കാനെ വിളിച്ച് വരുത്തി. ഇക്ക സാധനങ്ങളൊക്കെ മേടിച്ച് നാളേക്ക് പോകാനുള്ള കച്ചവടത്തിന് എന്തോ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ ഇക്കാനെ ഞാൻ വിളിച്ച് വരുത്തി. അങ്ങനെ അവർ രണ്ടാളും വർത്താനം പറയണ ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ. അപ്പോൾ പൂച്ചോള് കണ്ടില്ലേ എങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മീനില്ല, മീൻ മേടിച്ചിട്ടില്ല കേട്ടോ. മീൻ ഇന്നലെ പട്ടത്തി മാന്തൾ ഞാൻ നന്നാക്കിയിരുന്നില്ല, അതിങ്ങനെ മസാല പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. അങ്ങനെ ഇന്നത്തെ അങ്ങോട്ട് തട്ടിമുട്ടിയാണ്ട് പോട്ടെ. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വല്ല പപ്പടമൊക്കെ എന്തെങ്കിലുമൊക്കെ പൊരിക്കാം അല്ലേ. അപ്പോൾ ഞാൻ പൂച്ചോളനൊക്കെ എടുത്ത് ഒന്ന് എന്താ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇക്കങ്ങളതിനൊക്കെ ഒന്ന് കാണണ്ടേക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ സെൽഫി മാറ്റി എടുത്തിട്ട് ഇങ്ങനെ നടക്കാട്ടാ. അപ്പോൾ ഇന്ന് വെയിൽ കണ്ടപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി. വെയിലെന്ന് പറയുമ്പോഴേക്ക് തേൻ്റെ കാര്യം ഓർമ്മയായിരുന്നു. തേന് കൊണ്ട് കളഞ്ഞതേ ഭയങ്കര വിഷമമായിട്ടൊക്കെ. നല്ല ഇങ്ങനെ അപൂർവമൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ, അത് പോയില്ലേ, ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തുട്ടാ. എൻ്റെ ഉമ്മ പറഞ്ഞ മാതിരി വല്ല തുണിയാ വല്ല പാത്രമൊക്കെ വെച്ച് മൂടിയാൽ മതിയായിരുന്നു. ഇത്ര ഒരു അന്തക്കേട് ഞാൻ കാട്ടി കൂട്ടിയില്ലോ എന്ന് ആലോചിക്കുക ഞാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി തുടയ്ക്കണ മറ്റേ തുണിയും ഒക്കെ ഒന്ന് തിരുമ്പി ഇടുകയാണ്. പിന്നെ കറണ്ട് ഇങ്ങനെ ഇടയ്ക്ക് പോവുക വരികയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കറണ്ടിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതാ ഷെമിത്താത്ത വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക വന്നിട്ട് ആങ്ങളെയും പെങ്ങളും കൂടി നല്ല വർത്താനാണ്. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ. ഓരോ കാര്യങ്ങൾ ഷെമിത്താത്തയുടെ മോനക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ കച്ചവടത്തിന് പോണില്ലേ, എന്താണ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ രണ്ടാളും കൂടി സംസാരിക്കുക. ഞാനും ഇടയ്ക്ക് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ആങ്ങളെയും പെങ്ങളും കൂടി അങ്ങോട്ട് സംസാരിക്കട്ടെ. ഞാൻ അവർക്ക് വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ തറവാട്ടിൽ നിന്ന് ചപ്പാത്തി കഴിച്ചു, ഉമ്മാടെ അടുത്ത് നിന്ന് പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടേ വരുന്നേ പറഞ്ഞു. അപ്പോൾ ഷെമിത്താത്താക്ക് ഇങ്ങനെ മൈലാഞ്ചിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ ഇങ്ങനെ കയ്യുമൊക്കെ മൈലാഞ്ചി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും, നഖത്തുമ്പോൾ ഇങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇത്തിരി ഇത് നന്നായി ചോക്കണം മൈലാഞ്ചില്ല, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് ഷെമിത്താത്താക്ക്. അങ്ങനെ ഷെമിത്താത്ത വരുമ്പോൾ പിള്ളേർക്ക് എന്താ പപ്സ് ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് താത്ത പോയി. പിന്നെന്താ ഇനിയിപ്പോൾ ഈ കടച്ചൊക്കെ ഷെമിത്താത്തോട് ചോദിച്ചു ഞാൻ ഇതെങ്ങനെ വെക്കുക എന്നൊന്നും കൂടി ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇത്തിരി എൻ്റെ ഉമ്മ പറഞ്ഞ് തക്കാളി ഒന്നും ഇടണ്ട, ഉള്ളിയൊന്നും സബോളൊന്നും ഇടണ്ടെന്നാണ് പറഞ്ഞു. എന്നാലും ഷെമിത്താത്ത പറഞ്ഞ മാതിരി ഞാനൊരു കുഞ്ഞു കഷ്ണം തക്കാളിയൊക്കെ ഇട്ട് രണ്ടാളും പറഞ്ഞ പോലെ അങ്ങനെ വെച്ചുട്ടാ. സംഭവം അടിപൊളിയായി, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിരുന്ന് ഒക്കെ അരിയാണ് ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അരിയുമ്പോൾ നല്ല വൈബൊക്കെ, പുറത്തൊക്കെ നല്ല എന്താ പട്ടിക്കുട്ടികളും കളിക്കുന്നുണ്ട്, പൂച്ചോളും നടക്കുന്നുണ്ട്. പൂച്ചോളെ വിചാരം ഇപ്പോൾ ഞാൻ മീൻ നന്നാക്കി വെച്ചിട്ട് വന്ന് നിൽക്കണേ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ് മീനൊന്നല്ല എന്നൊക്കെ പറയണൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അവറ്റനെ ആട്ടിയാക്കിയിട്ടാണ്. ഒരു സൗകര്യമില്ല അവിടെ ഇരുന്നാൽ പൂച്ചോളെ വിചാരം മീൻ നന്നാക്കാന്നാ. അപ്പോൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി മഞ്ഞൾപ്പൊടി ഇട്ടു, ഇത്തിരി ഉപ്പിട്ടു. ഇതേപോലെയൊക്കെ തന്നെയാണ് നിങ്ങൾ വെക്കുക എന്നറിയില്ല, ഒക്കെ കമൻറ്റ് ഇടട്ടെ അങ്ങനെയാണ് വെച്ചിങ്ങനെ. അപ്പോൾ ആരും കമൻറ്റ് ഒന്നും ഇടുന്നില്ല, ഞാൻ അങ്ങനെ പറയാന്നല്ലാണ്ട് ആരും കമൻറ്റ് ഒന്നും ഇടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ മല്ലിപ്പൊടി ഇട്ടു, 4 പച്ചമുളക് കീറി, ഒരു പകുതി ഇതാ ഷെമിത്താത്ത പറഞ്ഞ മാതിരി ഒരു പകുതി കുഞ്ഞിത് തക്കാളിയൊക്കെ ഇട്ടു, ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഈ സംഭവം ചിലർക്ക് ഗ്യാസൊക്കെ ഉണ്ടാവാറുണ്ട്, എനിക്കൊരു ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നോമ്പെടുത്താലൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ടില്ലേ, ഒത്തിരി ഇരുട്ട് പോലെ ആയത്, കറണ്ട് പോവുക വരിക അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൊബൈൽ ഞങ്ങൾക്ക് ചാർജ് ചെയ്യാനൊക്കെ വെച്ചുട്ടാ, തീരെ ചാർജ് കുറവായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പട്ടിയുണ്ട്, ആ പട്ടിക്കുട്ടികളുടെ തള്ളല്ലേ എവിടെയൊക്കെ തിന്നിട്ട് ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുക. ഞാൻ ആദ്യമായിട്ട് കാണട്ടെ ഗെയ്സ് ഇങ്ങനെയൊക്കെ. അതുണ്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നുണ്ട് വന്നിട്ട് ആ വളപ്പിൽ ഇങ്ങനെ ഛർദ്ദിക്കുക. അപ്പോൾ പട്ടിക്കുട്ടികളെ ഒന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവറ്റുണ്ട് ഓടി വരുന്നു. അപ്പോൾ ഉണ്ടാ ഛർദ്ദിച്ചതൊക്കെ വന്ന് തിന്നട്ടാ. അപ്പോഴാണ് എനിക്ക് തോന്നിയത്
ഭക്ഷണം ശേഖരിച്ച് വന്ന് അവറ്റയ്ക്ക് ഇട്ട് കൊടുക്കുകയല്ലേ. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. എനിക്കത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞേക്ക് ഭയങ്കര വിഷമമായി. ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ പോലും മക്കളെ ഇങ്ങനെ നോക്കില്ല, ഒക്കെ കൊല്ലല്ലേ. നമ്മൾ വാർത്തയിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ. അപ്പം മൃഗങ്ങൾക്കൊക്കെ എന്ത് സ്നേഹമല്ലേ. അവറ്റൊക്കെ എന്താ എത്ര ഭക്ഷണം അങ്ങനെ എന്തോരം ഛർദ്ദിച്ചെന്നറിയോ. ഒരുപാട് ഭക്ഷണം അങ്ങോട്ട് ഛർദ്ദിച്ചിട്ട് കൊടുത്തപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കുന്ന വെച്ചെങ്കിൽ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. എനിക്ക് അത് കണ്ടപ്പോൾ അതിലങ്ങനെ ലയിച്ച് നിന്നോട്ടാ. ഒന്നാമത് ഞാൻ ഫോണ് കുത്തിവെച്ചേക്കായിരുന്നു, ഇങ്ങനെ കറണ്ട് പോവല്ലേ. അപ്പോൾ പിന്നെ അത് നോക്കി കുറച്ച് നേരം നിന്നോട്ടേക്ക് അതിശയായി. അപ്പോൾ എത്ര പേതാണെന്നറിയോ മൃഗങ്ങൾ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് കണ്ടിട്ട് അതിശയായിട്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ തിന്നിട്ടാ. പട്ടിക്കുട്ടികളൊക്കെ തിന്നും വയറൊക്കെ നിറച്ച്. എന്തായാലും അവറ്റയ്ക്ക് വെച്ചെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല. നമുക്കാണെങ്കിൽ പഠിച്ച് അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട് വർത്താനം പറയാനൊക്കെ. വർത്താനം പറയാത്തവരുണ്ടാവും, എന്നാലും അവർക്കൊക്കെ ഒരു സഹായമായിട്ട് വർത്താനം പറയുന്നവരൊപ്പം കൂടെ ഉണ്ടാവുമല്ലോ. എന്തായാലും മിണ്ടാപ്രാണിയുള്ള കാര്യം നോക്കില്ലേ. എനിക്കത് കണ്ടിട്ട് ആകെ ഒരു ഷോക്ക് പോലെ ഇട്ടാ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ ഛർദ്ദിക്കണതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഭക്ഷണം എന്താ കുട്ടികളൊക്കെ വന്നിരുന്ന് കഴിക്കണതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊന്ന് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇനിയും കാണാം. പിന്നെ ഇവിടെ നിന്ന് പോകണമെന്നില്ല കേട്ടോ. എന്തായാലും ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ കാണാത്തവർക്കും കൂടി കാണാമല്ലോ. ഞാൻ കണ്ടിട്ടില്ല, ഇപ്പം ഇന്ന് കണ്ടു കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി, കൂട്ടാനൊക്കെ ആയി. ഉള്ളി അരിഞ്ഞ് ലാസ്റ്റ് തൂമിക്കുക. ചുവന്നുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അരിഞ്ഞ് ലേശം വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് കുഞ്ഞോൾ ഇരിക്കുന്നുണ്ട്. കുഞ്ഞോൾക്ക് ചിരി വരിക എന്താണെന്നറിയില്ല, അവൾക്ക് ഭയങ്കര ചിരി വരില്ല. എഴുതി പഠിക്കാൻ ഇട്ട് കൊടുത്തേക്കാട്ടാ. എഴുത് അങ്ങനെ അവൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണേ. അപ്പോൾ അങ്ങനെ കൂട്ടാനൊക്കെ റെഡിയായി. ഇന്ന് കുറച്ച് ലോങ്ങാട്ടോ വീഡിയോ. എനിക്ക് വർത്താനം പറഞ്ഞിട്ട് എൻ്റെ വായ കടയുണ്ട് ഗൈസ്. ഇനി ഇങ്ങനെ കൂട്ടണോ വേണ്ടേ നിങ്ങൾ പറയട്ടാ. അപ്പോൾ എനിക്ക് വർത്താനം പറയാനും കിട്ടണില്ല, എന്താ ഇപ്പോൾ പറയുക. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് വീഡിയോ. അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുക. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസും വന്നു കേട്ടോ. ഗ്യാസും വണ്ടി വന്ന് എന്തായാലും ഗ്യാസ് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ വേഗം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ട് നിന്നോ, ഈ വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നോ, എൻ്റെ കൂടെ ഒന്ന് പിടിക്കാനൊന്നും കൂടണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ ഇക്കാനൊക്കെ സോപ്പിട്ടു. ഇക്കാക്ക് നല്ല കട്ടല്ലേ മസിലല്ലേ എന്നൊക്കെ പറഞ്ഞൊന്ന് സോപ്പിട്ട് മയക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് കഴിക്കാനൊക്കെ എടുത്തു. കടച്ചക്ക കൂട്ടാൻ, ബീട്രൂട്ട് ഉപ്പേരി, ഒരു മീൻ പൊരിച്ചാട്ടം ഞാൻ കഴിക്കുള്ളൂ. ചിലപ്പോഴൊക്കെ തോന്നുമ്പോൾ മാത്രമായിട്ട് എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ മാങ്ങച്ചാറൊക്കെ എടുത്ത് ചോറ് വയ്ക്കാനായിരുന്നു. എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് നേരം അവിടെ പോയിട്ട് കിടക്കുക. പിന്നെ എഡിറ്റിംഗ് ഒന്ന് വൈകുന്നേരം ആകുമ്പോഴന്ന് കുട്ടികൾ വരുന്ന വിശേഷങ്ങളൊക്കെ എടുത്തിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും കേട്ടോ. ഞാൻ നൗഫലിൻ്റെ വീഡിയോ അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള വീഡിയോസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ ഇരുന്ന് TV കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ പോയി കുറച്ച് നേരം കിടന്നു. പിന്നെ അവിടുന്ന് നീച്ച് ചായ വയ്ക്കാൻ പോവുകയാണ്. കുട്ടികളെ വിളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. മണലത്ര സ്കൂളിലേക്ക് വണ്ടി വാടക വെറുതെ കൊടുക്കുക. ഇവിടെ ഉണ്ട് വെച്ചെങ്കിൽ പിള്ളേരെ വിളിക്കാൻ പോവും, കൊണ്ടാക്കലൊക്കെ തന്നെ. വണ്ടി വാടക എങ്ങനെ ഈ മാസത്തെ എന്തായാലും കൊടുക്കണില്ല. ഇപ്പോൾ വണ്ടിയിലധികം പോയിട്ടൊന്നുമില്ല. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് പാത്രത്തിലൊക്കെ വെച്ച് ഗ്യാസൊക്കെ കത്തിച്ച് അങ്ങോട്ട് വെച്ചു. ഇന്ന് കാലത്തും ചായ വയ്ക്കൽ കാട്ടി, ഉച്ചയിരുന്നിട്ടുള്ള ചായ വയ്ക്കലും കാട്ടി. ഉച്ചയിരുന്ന് നമുക്ക് പാൽ ചായയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കറണ്ട് പോയി ഗൈസ്. അപ്പോൾ ഞാൻ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ടാട്ടോ ഞാൻ ചായ കാണിച്ച് തരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല കടുപ്പത്തിൽ ഇങ്ങോട്ട് പാൽ ചായ വെച്ചു. അങ്ങനെ എൻ്റെ അനിയത്തി പറഞ്ഞേക്കും താത്താടെ പാൽ ചായ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞേക്കാട്ടോ. ഞാൻ നല്ല അധികം വെള്ളം ഒഴിക്കില്ല പാലിൽ. വെള്ളം കുറച്ച് നല്ല കട്ടിയിൽ കടുപ്പത്തിലാട്ടോ ഞാൻ ചായ വയ്ക്കുക. അത് ഷംന പറയും താത്താടെ പാൽ ചായ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ റെഡിയായി. കറണ്ട് വന്നു കേട്ടോ. എന്തെങ്ങനെ കറണ്ട് വരുന്നത് എനിക്കറിയില്ല. ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ എന്താ ചായയൊക്കെ റെഡി. കുട്ടികൾക്ക് വെള്ളത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കുട്ടികളെ വിളിച്ചെത്തി വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കഴിക്കാൻ? അപ്പോൾ ഞാൻ പറയുക എൻ്റെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു, ഷെമിയമ്മായി എന്നാണ് വിളിക്കവർ. അപ്പോൾ ഞങ്ങൾക്ക് പപ്സൊക്കെ കൊടുക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ സന്തോഷം. അപ്പോൾ അതൊക്കെ എടുത്ത് പോയിട്ട് രണ്ടാളും കഴിക്കുന്നുണ്ട്. ഫൈസി ഫോണ് തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവന് ഗെയിം കളിക്കാനാണ്.
അങ്ങനെ ഇക്കാക്കില്ലേ ചായ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കുട്ടികൾക്ക് കൊടുത്തിട്ടാട്ടെ ഞങ്ങളൊക്കെ കഴിക്കുള്ളൂ. ഉണ്ണിമോൾക്ക് പിന്നെ പാൽ ചായ ഇഷ്ടമല്ല, അവൾക്ക് കട്ടൻ ചായ ഇഷ്ടമാണ്. പക്ഷെ തോന്നണം കഴിക്കണമെങ്കിൽ ചോദിക്കും കേട്ടോ, വേണമെച്ചെങ്കിൽ അവൾ ചോദിക്കും. അപ്പോൾ ഞാൻ ലേശം ഉണ്ടാക്കി കൊടുക്കും. അവൾക്ക് അങ്ങനെ ചായയോട് താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ചായ കുടിക്കൽ കഴിഞ്ഞ് കണ്ടില്ലേ, കുഞ്ഞോള് വന്നാൽ പേൻ ചീന്തു കേട്ടോ. അവളെ എന്ന് വന്നു കഴിഞ്ഞാൽ തലയൊക്കെ ചീന്തു, അവളുടെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യും, മേല് കഴുകും. ഫൈസി അങ്ങനെയല്ല കേട്ടോ, ഉണ്ണിമോളും അങ്ങനെയല്ല, അവളോടൊക്കെ ഇങ്ങനെ പറയണം. അതിനൊക്കെ കുഞ്ഞോള് എന്ത് വേഗം ഒക്കെ ചെയ്തിട്ട് മുടിയൊക്കെ ഞാൻ കെട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ അവൾ നല്ല കുട്ടിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവള് വന്നു, ഉണ്ണിമോള് വന്നു. അപ്പോൾ അവളെ പരീക്ഷ പേപ്പർ ഒരെണ്ണം കിട്ടിയിട്ടുള്ള, എല്ലാം കിട്ടട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അവളെ മാർക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് തല്ലുകൂടി കളിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുടിയൊക്കെ നാശാക്കിയിട്ട് വന്നിരിക്കണം. കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക വണ്ടിയിൽ ഇരുന്നിട്ടേ. അപ്പോൾ അങ്ങനെ നാളെയും പരീക്ഷ ഉണ്ട് ഉമ്മച്ചി, നാളെ എന്തോ ഒരു പരീക്ഷ ഉണ്ട് ഇത്രേ. അപ്പോൾ എന്നും പരീക്ഷ എൻ്റെ മക്കൾക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നാളത്തെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.